ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ക്ലിയറാണ്. അവർ 3 പേരും സംസാരിക്കുന്നത് എൻ്റെ മകളുമായിട്ട്. അവരെന്തിനാണ് ആ വീഡിയോ ഇറക്കിയെന്ന് പിടികിട്ടുന്നില്ല. സർവ്വ കുറ്റസമ്മതം നടത്തി അവർ പണം എടുത്തിരിക്കുന്നു അവർ തന്നെ പറയുന്ന വീഡിയോ അവരിറക്കിയിരിക്കുന്നു. അതിൽ കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ട. നിങ്ങൾ നോക്കിയാൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. എനിക്കൊന്ന് ഇന്നലെ രാത്രി തന്നെ തന്നെ വളരെയധികം വ്യൂസ് വന്നിരിക്കുന്ന ഒരു വീഡിയോ അവർ റിലീസ് ചെയ്ത വീഡിയോ. എന്തോ മനഃപൂർവ്വം ഭീഷണിപ്പെടുത്തി പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തീർത്ത് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവർ അവർ പറയാൻ നിർബന്ധിതരായി എന്നാണ് അവർ പറയുന്നത്. അല്ല, അതാ പറഞ്ഞത്. അവർ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ നിർബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഭവം അവർ കൊണ്ടുവരട്ടെ. കൊണ്ടുവന്നാൽ തീർന്നില്ലേ? ഇതൊന്നും ഇന്നലെ നിങ്ങൾ വിട്ടത് 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. 12 മിനിറ്റ് ദൈർഘ്യമുള്ളതിൽ ഒരു വീഡിയോ ഫുൾ സ്ട്രെച്ച് ആണ്, പക്ഷെ അതിനിടയ്ക്ക് എഡിറ്റഡ് വെർഷനാണ് വിട്ടിരിക്കുന്നത്. അതറിയില്ല ഏത് വീഡിയോയിലാണ്, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. കാരണം ഇന്നലെ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വിട്ടത് 12 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ ആദ്യത്തെ ഭാഗങ്ങൾ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും സ്വാഭാവികമായിട്ട് നിയമപരം എന്തെങ്കിലും കുഴപ്പമുള്ള ഭാഗങ്ങളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഞാനല്ല എത്തിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല. വേറെ കാര്യം ആലോചിക്കട്ടെ, ഇവരുടെ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ? അല്ല, അതല്ല. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ ഞങ്ങൾ മർദ്ദിച്ചു അല്ലെങ്കിൽ ഇവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, ഇവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ തെളിവോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കുക. ഞാൻ കണ്ടിട്ടില്ല. പോലീസിൽ പരാതി കൊടുക്കാം, നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനവസ്ഥ അവർ ചോദ്യം ചെയ്യുന്ന രീതി, അവർ പോലീസ് ചോദ്യം ചെയ്യുന്ന രീതിയിലായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അവർ ഇൻട്രോഗേഷൻ്റെ സ്വഭാവമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പോലീസ് സ്റ്റേഷനിൽ പോവുക, കൃത്യമായിട്ട് അതിന് നിയമപരമായിട്ട് പോകുന്നതിന് പകരം അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു, നിങ്ങളങ്ങനെ ചെയ്തില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ രീതിയിലേക്ക് പോകുന്നു. അതൊരു ശരിയായ സ്ഥിതിയാണ്. ഇതിനകത്ത് ശരിയും തെറ്റും നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ചോദിക്കാം. പക്ഷേ അതിൻ്റെ ഉത്തരം ഞാൻ തരാം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് പേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ. കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത്. തൊഴിലാളികൾ ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ. ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ചോദിക്കുന്ന രീതികൾ, നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നും പല സാഹചര്യത്തിൽ വളർന്നു വരിക. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും. പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം ചോദിക്കും. അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല. കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത്, എത്രയാണ് എടുത്തിരിക്കുന്നത്, നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടേ? നമുക്ക് ധാരണ കിട്ടാൻ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുക? വെറുതെ ഒരാൾക്ക് പരാതിയുമായിട്ട് പോകാൻ പറ്റൂ? എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല. കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു എന്ന്. കുറേ കഴിഞ്ഞ് ഇവരുടെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് എല്ലാം QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു. ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും, ആ കുട്ടി 2 പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ നിന്ന് ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ GPayയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക. അപ്പം നമ്മൾ ഇവരുടെ ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്കൊരു പരാതിക്ക് പോകണം. ഒരു കാര്യം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണം, അതായത് അവരുടേതല്ലാത്തൊരു സ്പേസിൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ചു പേർ ചേർന്ന് അവരുടെ ഫോൺ വാങ്ങി അത് പരിശോധിക്കുന്നു, അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നതിൽ നിയമപരമായ സാധ്യതയൊക്കെ ഇല്ലേ? അല്ല, ഒറ്റക്കാര്യം അതായി തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? പിന്നെ ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഫോൺ തരാൻ പറഞ്ഞു, GPayയുടെ കാണിക്കാൻ പറഞ്ഞു. GPayയുടെ കാണിക്കുമ്പോൾ ഞങ്ങൾ കാണുക, ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവർ തന്നെ ഇറക്കിയിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുക. ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലിരുന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിൻ്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു, ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോൺ ഇരിക്കുക. ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പറിച്ചത്? എന്തെങ്കിലും തെളിവ് വേണം. ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, കേസ് കൊടുത്ത ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടത് എന്താ? ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ ഈ കേസ് അവിടെ തീരും. ബാക്കി എന്ത് വേണം ഈ കുട്ടികൾ വരട്ടെ, എന്ത് ആരോപണമായിട്ട് വരട്ടെ, പക്ഷെ തെളിവുണ്ടോ എന്ന് നിങ്ങളും കൂടി ഒന്ന് ചോദിക്കുക. പിന്നെ ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ ഉണ്ട്. കേട്ടില്ല, ഒന്നൊരു ചോദിക്കാം. അതെ, കൗണ്ടറായിട്ടാണ് കേരളത്തിൽ പല കൗണ്ടർ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൗണ്ടർ കേസ് കൊടുത്ത ആ പെൺകുട്ടികളുടെ പരാതിയിലാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അങ്ങക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. അത് പോലീസ് തിടുക്കപ്പെട്ട് അന്ന് കൊടുത്ത പരാതി മുഖവിലേക്ക് എടുക്കാതെ കൗണ്ടർ കേസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് തോന്നുന്നു. പോലീസ് അങ്ങനെ തിടുക്കപ്പെട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അതേ കൺസേൺ നമുക്കും തോന്നുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുള്ള സംഭവം, എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ്. ഞാൻ എന്നും യൂണിഫോം ഇടുന്നവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ
അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. ആര് തെറ്റ് ചെയ്തോട്ടെ. ഇപ്പം നമ്മളും എന്താണ് പറയുന്നത്, നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല, നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക. ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്.